السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതുവരെ ഇത് 9-ാം ആയത്താണ്. ആദ്യത്തിലെ ഈ ഒരു 9-10 ആയത്തുകൾ മനപ്പാടാക്കി വെച്ചാൽ ഏറ്റവും വലിയ ഒരു പരിചയമായി മാറുന്നത്, പ്രത്യേകിച്ച് ഈ കാലത്ത്. ഇതുവരെ ഈ ഇത് അവൽ ഈ 10 ആയത്ത് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉമ്മത്തിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഏറ്റവും വലിയ ആയുധമാണ് ഈ ആദ്യത്തെ 10 ആയത്ത്. എളുപ്പമുണ്ട്, ഒന്ന് മെനക്കെട്ട് കുറഞ്ഞ സമയം 1-2 ദിവസം ഇരുന്നാൽ വളരെ പെട്ടെന്ന് അതിന്റെ അർത്ഥം കൂടി മനസ്സിലായ പെട്ടെന്ന് തലയിൽ കയറും. അത് ദജ്ജാലിന്റെ കാവലിനൊക്കെ നമ്മൾ ദ്വാരക്കനുണ്ട്, അതിന്റെ ഒരു ആയുധം കൈപിടിക്കുന്ന നല്ലതാണ്. കാരണം ഇനി നമ്മളെ കാലത്ത് തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ആ നിലയിലാണ് കാലത്തിന്റെ കുത്തൊഴുക്ക്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, പക്ഷിമേശയുടെ അവസ്ഥ, ലോകത്തിന്റെ ഘടന തെറ്റിയിട്ടുള്ള സഞ്ചാരം, കാലത്തിന്റെ ഗതി മാറിയിട്ടുള്ള ഒഴുക്ക് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ ഇതൊക്കെ വളരെ വലിയൊരു മുന്നറിയിപ്പാണ്. അപ്പോ ഇത് ആദ്യത്തെ ഈ 10 ആയത്ത് മനപ്പാടാക്കിയാല് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുന്ന. ഭയങ്കര ഷർറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷർറാണ്. ദജ്ജാൽ ഒരാളോട് ചോദിക്കും, ഞാൻ പടച്ചോനാന്നുള്ളതിന് എനിക്ക് എന്ത് തെളിവാണ്ടെന്ന് ചോദിക്കും. ദജ്ജാലിന്റെ ഒരു ചോദ്യമാണ്, ഞാൻ പടച്ചോനാന്നുള്ളതിന് നിനക്ക് എന്ത് തെളിവാണ് വേണ്ടത് നോക്കും. അല്ല ഈമാനുള്ള ഒരാളോട്. അപ്പൊ ആൾക്ക് ദജ്ജാലിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, കേട്ട് പോയിട്ടുണ്ടാവും. ഇയാളറിയും, ഈ പടച്ചോനല്ല, അന്റെ പഴയ കാലത്ത് മരിച്ചുപോയ വാപ്പാനും ഇമ്മാനെയും ഞാൻ ജീവിപ്പിച്ചാല് ഞാൻ പടച്ചോനാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ സംഭവം നടക്കൂലെന്ന് കരുതിയിട്ട് സാധു പറയും, എന്റെ മരിച്ച വാപ്പാനും ഇമ്മാനെ ഒന്ന് കൊടുന്നാ ചെയ്യുന്നത്. വലത്തെ സൈഡ് ഭാഗത്ത് വാപ്പാനും ഇടത്തെ സൈഡ് ഇമ്മാനെയും കാണിച്ചു കൊടുക്കുന്നതാണ് ദജ്ജാൽ. ഐഡിയ ഇല്ലാത്ത ആളപ്പം എന്റെ ബാക്ക് കൂടും. ഇതന്നെയാണ് വലിയ ആള്. ഇപ്പൊ നമുക്ക് മനസ്സിലായിരുന്നത് സത്യത്തിൽ വാപ്പാനി ഇമ്മാനി അല്ല കൊടുന്നത്. പിന്നെ 2 ശൈത്താന്മാർ 2 ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടാണ്. ശൈത്താന്മാർക്ക് ഏത് കോലത്തിലും വരാല്ലോ. അതിന്റെയൊക്കെ പല രൂപഭാവങ്ങളും ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം നിങ്ങൾ മരിച്ചുപോയ വാപ്പാനി ഇമ്മാനിയും കാണണമെങ്കിൽ തിരൂരനെ കാണിച്ചു തരാൻ പറ്റുന്ന ആളുണ്ട്. വാപ്പിമ്മയല്ലാന്ന് മാത്രം തിരൂരനുണ്ട്. നിങ്ങൾക്ക് തോന്നണം എന്റെ മരിച്ച വാപ്പാനൊന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യത്യാസമൊന്നുമില്ല, വാപ്പൻ തന്നെ ആയിരിക്കും. നിങ്ങൾ കാര്യം ചെയ്യും. അതൊക്കെ ഇപ്പൊ വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ മൊബൈൽ തുറന്നു നോക്കി ഇങ്ങനത്തെ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ട്. പോ എന്റെ അമ്മാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച കാര്യമുണ്ട്. മരിച്ച അമ്മാനെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം മെന്റലിസം പഠിച്ചാണ്. സത്യത്തിൽ ഇതൊക്കെ ദജ്ജാലിസത്തിന്റെ ഓരോ ഇനങ്ങളുടെ പല രൂപഭാവങ്ങളുമാണ്. ഇതിന്റെ ഒറിജിനാലിറ്റിന് വരാൻ പോകുന്നത്. അപ്പൊ കാലം കുറെ ഉണ്ടെന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. ഒക്കെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലപ്പോൾ ഉള്ളത്. ഞാൻ വെറുതെ പറയല്ല, തിരൂരന്നെ ഒരാളങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തിരൂര് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതില് മൊബൈൽ കണ്ടിട്ടുണ്ട്. അയാളിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാരെ കാര്യമാണ് വെറുതെ കണ്ണില് കാണിച്ചു കൊടുക്കുക. ഇവർക്ക് കാണുന്നവർക്ക് ബാപ്പന്നെയാണ് എന്നാണ്. ഒരു അംശം ഉണ്ടായാലും ഇത് ബാപ്പന്നെയാണ്, ഇത് മെന്നെയാണെന്നേ തോന്നുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ വലിയ ഡൂബിളി വരാണ്ട്. കാവലിന് ഈ 10 ആയത്ത് കൈ പിടിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇനി വളരെ വ്യാജ സിദ്ധന്മാരൊക്കെ പെരുകിയ കാലാണ്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, എന്നോട് നിസ്കരിക്കണ്ടെന്ന് നിന്റെ ശൈഖ് പറഞ്ഞാണ്. വിവരമില്ലാത്ത ആളൊന്നല്ലേ ഈ പറയണേ, വിവരമുള്ള ആൾ തന്നെയാണ്. നിസ്കരിക്കണ്ടെന്ന് നിന്റെ ശൈഖ് എന്നോട് പറഞ്ഞാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ പറഞ്ഞു ചോദിച്ചു. നിങ്ങളൊന്നും വിശ്വസിക്കൂല. ഞാൻ റൂമിൽ കിടക്കുമ്പോഴാണ് അയാൾ വന്നുകൊണ്ട് പറഞ്ഞത്, ഇപ്പൊ നിസ്കരിക്കണം മക്കാമിലല്ല, അതൊക്കെ കഴിഞ്ഞിക്കണെന്ന്.
അപ്പൊ ഇയാള് കിടക്കണ റൂമൊക്കെ ഷെയ്ഖ് വന്നിക്കണ്. ഷെയ്ത്താനാണ് ഈ വന്നതെന്ന് അത് ഈ ചെങ്ങായിക്ക് മനസ്സിലാക്കിയ പോലെ ഷെയ്ത്താൻ ആറ് റൂമൊക്കെ ഏതെല്ലാം കൊലത്തിൽ വരും. ശരീഅത്ത് പൊളിഞ്ഞിട്ട് ഒരു ഷെയ്ഖ് ഉണ്ടോ? അപ്പൊ അതിന്റെ ഒക്കെ ഒരു കാലാണത്. ഈ 10 ആയത്തെ എല്ലാരും ഒന്ന് കൈ പിടിക്കുന്നത് ഇത്തരം സകല ദജ്ജാലുകളിലും രക്ഷക്ക് നല്ലതാണ്. ഇതൊക്കെ ദജ്ജാലുകൾ തന്നെ. വേഷം കെട്ടിയ, തസ്ബീമാല പിടിച്ച, വേഷം അണിഞ്ഞ ദജ്ജാലുകൾ. സാധാരണ സാഹിത്യത്തിൽ പ്രയോഗമുണ്ട്, ആട്ടിൻതോലണിഞ്ഞ ചെന്നായാണ്. അതന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ ഈ ആയത്തെത്തിപ്പോ ഓർമ്മ വന്നാണ് ഈ 10 ആയത്ത്. ഞാനിപ്പോ ഒക്കെ മനപ്പാടാക്കിയിട്ടില്ല ഓതുന്നത്. സൂറത്തുൽ കഹ്ഫ് മനപ്പാടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മളെല്ലാ ആഴ്ചയിലും ഒന്നിലേക്ക് ഓതുന്ന സൂറത്തല്ലേ. അതിലൊരു 10 ആയത്ത് മനപ്പാടാക്കാൻ ഇത്തിരി പറയുന്നുണ്ട്, ഒരു പ്രയാസമില്ല. അപ്പൊ ഇവിടം വരെ ഈ ഓതിയ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബാ ഇദാ വൽ ഫിത്സിയതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അവിടം വരെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇതിന്റെ മുമ്പുള്ള ആയത്ത് തമ്മിലുള്ള ബന്ധം ആദ്യം പറയാം. നേരെ മുമ്പുള്ള ആയത്ത് അതാണ് നേരെ മുമ്പുള്ള ആയത്ത്. ഇന്നാൽ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബുലഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ. ഇതാണ് നേരെ മുമ്പുള്ള ആയത്ത്. ഇവിടെ അല്ലാഹ് ചോദിക്കുന്നത് അം ഹസിബത, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്നാ നേരെ അർത്ഥം. പ്രഥമ സംബോധിതൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അം ഹസിബത, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്ന അസ്ഹാബൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് റഖീം. റഖീം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമാണെന്ന അഭിപ്രായമുണ്ട്, ആ ഗ്രാമത്തെ ഭരിച്ചിരുന്ന രാജാവാണെന്ന അഭിപ്രായമുണ്ട്. അല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് വിവരങ്ങൾ എഴുതി വെക്കപ്പെട്ട ഒരു ഫലകാണെന്നുള്ള അഭിപ്രായമുണ്ട്. അല്ല, അവരെ പിന്നാലെ കൂടിയ നായന്റെ പേരാണെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, ഈ അസ്ഹാബുൽ കഹ്ഫും അവരെ പിന്നാലെ കൂടെ ആ നായയും കാനൂ മിൻ ആയാതിനാ അജബ. അതാണ് ഇപ്പൊ നമ്മളെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വലിയ അത്ഭുതം എന്നാ പങ്ങളൊക്കെ കരുതിക്കണത്. അള്ളാന്റെ ചോദ്യമാണ്. ഞാൻ അത് തിരക്കിയിട്ടല്ല ഇപ്പൊ ഇവര് വരുന്നത്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? അപ്പൊ അള്ളാഹ് ഇതാണ് ഇപ്പൊ വലിയ അത്ഭുതം. അസ്ഹാബുൽ കഹ്ഫ് അത്ഭുതമല്ല എന്നല്ല അത് പറയണത്. ഇത് ഭയങ്കര ഇപ്പൊ അത്ഭുതം. ഇപ്പൊ നമ്മളെ അത്ഭുതങ്ങൾ ഇതൊക്കെ ഒരു വിഷയ. കാരണം എന്താ? അതിനേക്കാളും വലിയ അത്ഭുതമാണ് നേരത്തെ ആയത്തെ പറഞ്ഞേ. അതാണ് ആയത്തുമായുള്ള ബന്ധം. നേരത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്ന ലജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബുലഹും അയ്യുഹും അഹ്സനു അമല വഇന്ന ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസ. ഇതിന്റെ മേലൊന്നല്ല അസ്ഹാബുൽ കഹ്ഫ്. ഇതെന്താ? ഈ ഭൂമിയിലുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് അത് സംഹരിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. അതിനേക്കാളും വലുതാണ് 300 ചില്ലാൻ കൊല്ലം 7 ആൾക്കാരെ ഉറക്കിയിട്ട് ഉണർത്തി എന്നുള്ള അതിനേക്കാളും വലിയ കാര്യമാണ്. നേരെ മുമ്പിലുള്ള ആയത്തിൽ പറഞ്ഞതിനേക്കാളും ചെറിയ കാര്യല്ലേ? 7 ആൾക്കാരെ 300 കൊല്ലം ഉറക്കി പിന്നെ അവരെ ഉണർത്തി. അത് വലിയൊരു കാര്യമാണോ? ഈ ലോകത്തിന്റെ മുമ്പിൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇന്നലത്തെ മഴ നിങ്ങളറിയോ? ഞാൻ അടുത്ത കാലത്താണ് അരമണിക്കൂർ മഴ ഒറ്റ നിപ്പിൽ നോക്കുന്നത്. ഇന്നലെ രാത്രി 3 മണി മുതൽ 3:30 വരെ ഞാന് ഡോർ തുറന്നിട്ട് പള്ളിക്കാട്ട് കിരിഞ്ഞിട്ട് മഴ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. ആ സജ്ജാജ് ഉണ്ടല്ലോ, ശരിക്കും അരമണിക്കൂർ കണ്ണുകൊണ്ട് കണ്ടു. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഷീറ്റൊക്കെ പൊളിഞ്ഞു പോന്ന് പേടിച്ച് മഴത്തുള്ളിന്റെ ഒച്ച കേട്ടിട്ട്, മഴത്തുള്ളിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഉണരുന്നത്. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 3 മണി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒന്ന് ഒതൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സുബ്ഹാന മൻസല്ലാ, എന്താണ് അള്ളാന്റെ കഴിവ്! ഈ കടലിൽ നീരാവി ബാഷ്പീകരിച്ച് മേലോട്ട് പോയിട്ട് അതിന്റെ വെള്ളമാണെങ്കിൽ അതിന്റെ തോതിനൊക്കെ ഒരു കണക്കില്ലേ? ഇത് എവിടുന്നപ്പോ ഈ കുത്തിച്ചൊരിഞ്ഞു വരുന്നത്? ശാസ്ത്രക്ക് തോറ്റുപോയില്ലേ? ഇത് കടലിലെ നീരാവി മാത്രമാണോ ഈ പെയ്യുന്നത്? ബാക്കി അളവ് ലിറ്റർ എവിടുന്ന് കിട്ടി? കനീഭവിച്ച് കൂടി നിൽക്കുന്ന കാർമേഘ ചീളുകളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയിറക്കുന്നത് നമ്മളല്ലയോ? സജ്ജാജാന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ. അരമണിക്കൂർ ലൈവായിട്ട് ഇങ്ങനെ അനുഭവിച്ച് കണ്ടു. ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് പള്ളിക്കാട്ട് നോക്കും.
ഒറ്റ കുട്ടിയും കൊട കൊണ്ടിരി മൂലേരെ എന്ന് പറയണില്ല. ഒറ്റ കുട്ടിയും മൂലേരെ ആ കൊടം എടുത്തോണ്ടിരി എന്ന് പറഞ്ഞില്ല. ഞാൻ ആദ്യം ചിന്തിച്ച അതാണ്. പള്ളിക്കാട്ടൊക്കെ കുറെ നേരം നോക്കി ആ മഴത്തിയാന് ഒരാളെങ്കിലും നിങ്ങൾ എന്താ മൂലേരെ നോക്കിക്കൊണ്ട് ഒരു കൊട കൊണ്ടിരി ഞങ്ങൾ നെഞ്ഞ് പിണ്ടിയായി കിടക്കില്ലെന്ന് ഒരു കുട്ടിയും പറഞ്ഞില്ല. ആ സാധുക്കളുള്ള മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കാലേറെ. പക്ഷെ അതിന്റെ ഇടുക്കിൽ ഒരു ക്യാപ്പുണ്ട്. അതാണ് നമുക്കുള്ളത്. അവിടെ അവര് കിടക്കണേന്റെ ഇടുക്കിൽ ഒരു പുൽക്കൂടിന്റെ ക്യാപ്പുണ്ട്. അവിടെ നമ്മളുള്ളത്. യാ അല്ലാ, അള്ളാഹു നമ്മളെ കൽബും നമ്മളെ കബറൊക്കെ നന്നാക്കി തരട്ടെ. കെടുക്കുന്ന ഉറപ്പാണ്, ബാക്കിയൊക്കെ സംശയമാണ്. പൊരയെ കെടുക്കോ സംശയമാണ്, കച്ചവടത്തിന് പോവോ സംശയമാണ്, ഗൾഫിക്ക് എത്തോ സംശയമാണ്, കല്യാണം കഴിക്കോ സംശയമാണ്, കുട്ടികളുണ്ടാവോ സംശയമാണ്, പണി കിട്ടോ സംശയമാണ്, പണി കിട്ടിയാൽ തന്നെ ശമ്പളം കിട്ടോ സംശയമാണ്, പിന്നെ കബർ കെടുക്കോ സംശയമില്ല. ഉറപ്പുള്ള ഇപ്പൊ മാത്രമാണ്, മറ്റൊക്കെ സംശയം. പക്ഷെ അവര് കിടത്തുണ്ട്. അതിൽ അന്തസ്സിൽ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അള്ളാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തട്ടെ. അപ്പൊ ഇതാണ് മുത്തനബിയോട് ചോദിക്കാണ്. ഇതിന്റെയൊക്കെ മുമ്പില് ഒരു 300 ചില്ലാൻ കൊല്ലം അസ്ഹാബുൽ കഹ്ഫിൽ 7 ആൾക്കാർ ഉറങ്ങി അവരെ അള്ളാഹ് ഉണർത്തി എന്നുള്ള ഇതാണ് ഇപ്പൊ വലിയ അത്ഭുതം. എന്താ നിങ്ങൾ ഇതിനേക്കാളും വലിയ അത്ഭുതമല്ലേ ഈ ഭൂമി, ഈ ലോകം? എന്താണ് സൂര്യൻ കറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? കോടാനക്കോടി കൊല്ലായില്ലേ? സൂര്യന്റെ വലിപ്പം എത്ര ഉണ്ട് കാര്യങ്ങള്? ഭൂമിനേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പുണ്ട് സൂര്യൻ. ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പം എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയിട്ട് സൂര്യന്റെ ഉള്ളിലിടാണ്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ആണ് സൂര്യന്റെ അകലം. ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് താപനില ആകുമ്പോഴേക്ക് മനുഷ്യൻ സൂര്യാഘാതം കൊണ്ട് ഛർദ്ദിക്കണം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപനില കൂടിയത് 56 ഡിഗ്രിയാണ്. അത് 1913 അന്ന് കുറെ ആൾക്കാർ മരിച്ചു. എന്നാ സൂര്യന്റെ ഉള്ളിലെ കാമ്പിന്റെ താപനില എത്ര നിങ്ങൾക്ക്? 1,50,00,000 ഡിഗ്രി സെൽഷ്യസ് താപനില സൂര്യന്റെ കാമ്പിലുണ്ട് എന്ന് സയൻസ് പറയുന്നു. 1,50,00,000. ഈ സൂര്യനെ നാളെ മഹ്ശറിൽ അല്ലാഹു തആല നിർന്തലിയിൽ ഒരു മുള്ളാണി വെച്ചാൽ തട്ടിന് അകലത്തേക്ക് കൊണ്ടുവരും. അവിടേക്കാണ് അൽക്കഫ് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ആൾക്ക് അവിടെ AC ഉണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മളെല്ലാരും ആ തണല് കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു തആല. കാര്യം വലിയ ബേജാറാട്ടോ, കൈവിട്ട കേസാണ്. ഇത് എന്തെങ്കിലും കടങ്കഥ പറയല്ല, ഇത് നെഞ്ഞത്ത് കടിക്കണ്ടാണ്. കാര്യം ഭയങ്കര ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറയാണ് നമ്മൾ അത്ഭുതം. എത്ര നക്ഷത്ര! ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, ഞാൻ പഠിത്തം വായിച്ചു മിൽക്കി വേ. ഇതില് 2 അഭിപ്രായമാണ്. 100 ബില്യൺ നക്ഷത്രമാണെന്ന അഭിപ്രായമുണ്ട്. 400 ബില്യൺ, മില്യൺ അല്ല ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടി, 100 കോടി. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടി. അപ്പൊ 100 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടി. അപ്പൊ 100 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ, മില്യൺ അല്ല ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടി. അപ്പൊ 100 ബില്യൺ, 1 ബില്യൺ 1000 കോടി. അപ്പൊ 100 ബില്യൺ 1 ലക്ഷത്തൂല 10,000 കോടി. ഒരഭിപ്രായതാണ്. മിൽക്കി വേയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന്. മറ്റൊരഭിപ്രായം 400 ബില്യൺ നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ 40,000 കോടി നക്ഷത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്, മേൽക്കൊക്കെ കാണുന്നത്. അതിൽ 40,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന്. അതൊന്നു മാത്രം. അങ്ങനത്തെ ബില്യക്കണക്കിന് ഗാലക്സികൾ വേറെ ഉണ്ട്. ഈ 40,000 കോടി നക്ഷത്രങ്ങൾ തിങ്ങിക്കൂടിക്കുമ്പോ ഇതൊക്കെ പരസ്പരം ചലിക്കണാണ്. അവിടെ ഷോറൂമില്ല, വർഷാപ്പില്ല. അവച്ചു അരതിയിട്ട് ഇന്ത്യന് ഡൈനാ പോയി നിന്നിട്ട് അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എങ്ങാനും നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടിയാൽ ഇവിടെ നമുക്ക് ജീവിക്കാനും പറ്റൂല. അവിടെ ആണെങ്കിലോ ഹൈവേയിൽ നിയന്ത്രിക്കാൻ ഇവിടെ പോലീസുകാരുണ്ട് ഭൂമിയിൽ. അവിടെ നിയന്ത്രിക്കാൻ, നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഹൈവേ നിയന്ത്രിക്കാൻ ഒരു ട്രാഫിക് ഇല്ല, ഒരു പോലീസുകാരനും ഇല്ല, ആരുമില്ല. പക്ഷെ കൂട്ടിമുട്ടണമില്ല. ഇതൊക്കെയല്ലേ അത്ഭുതം എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. അല്ലാതെ 7 ആൾക്കാരെ ഉറക്കിയത് അത്ഭുതം? അള്ളാന്റെ ചോദ്യമാണ്. ഇതാണ് ഈ ആയത്തും തമ്മിലുള്ള ബന്ധം. നിങ്ങളിപ്പോ ഒരു 7 ആളുകൾ ഗുഹന്റെ ഉള്ളിൽ 300 കൊല്ലം ഉറങ്ങി എന്നുള്ള വലിയ കാര്യമായിട്ട് കൊണ്ടുവരാം. ഇതൊക്കെ ആനക്കാരിയാണോ എന്റെ മുമ്പിൽ? അതിനേക്കാളും വലിയതല്ലേ ഞാൻ ഉണ്ടാക്കിയതൊക്കെ?
സുബ്ഹാനല്ലാഹ്. കോടാനക്കോടി കൊല്ലമായി 13 ലക്ഷം ഭൂമികളുടെ വലുപ്പമുള്ള 1,50,00,000 താപനിലയുള്ള ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ കറങ്ങാൻ തുടങ്ങിയിട്ട് കോടാനക്കോടി കൊല്ലമായില്ലേ. ഇന്ന് വരെ അതിന്റെ പൊസിഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ താഴ്ന്നിട്ടില്ല, 1/4 കിലോമീറ്റർ ഉയർന്നിട്ടുമില്ല. എന്നിട്ട് അടിയന് കഷ്ടപ്പാട് വേണ്ട എന്ന നിലയിൽ അതിന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷം തടുക്കാൻ വേണ്ടി ഓസോൺ പാളി എന്ന ബെൽറ്റിനെ അന്തരീക്ഷത്തിൽ സംവിധാനിച്ച റബ്ബേ, നീ എത്ര വലിയ മഹാനാ. മഴ പെയ്യുന്നത് എത്ര ദൂരം? 900 അടി ദൂരം, അല്ലെങ്കിൽ 2000 അടി മേലെ. കാർമേഘങ്ങൾ അതിന്റെ മേൽ കൂടെ മഴ ഉണ്ടാവില്ല, അതിന്റെ മേലെ മഴ ഉണ്ടാവില്ല. 900 അടി ഉയരത്തിൽ നിന്ന് വെള്ളത്തുള്ളി വന്നിട്ട് നമ്മളെ തലയെ കൊണ്ടാൽ തല പൊട്ടിടില്ല, കൊട കീറുന്നില്ല. നിങ്ങൾ അവിടെ നിൽക്കുമ്പോ ഞാൻ ഇവിടുന്ന് വെള്ളം തൂറ്റിച്ചാല് ഭയങ്കര വേദന ഉണ്ടാവും. ഇതിന് 900 അടി ഉണ്ട്. അവിടുന്ന് തൂറ്റിച്ചവന് വേനായിരിക്കും അല്ലേ? ഇത് എവിടുന്നാണ്? അതിന് മേലിന്ന് വീഴാണ്, ചക്ക വീണായിരുന്നു. പക്ഷെ ആരെങ്കിലും പറഞ്ഞോ മഴ കൊണ്ടിട്ടിന്റെ തല പൊളിഞ്ഞു? അല്ലെങ്കിലോ ആരെങ്കിലും പറഞ്ഞോ മഴ പെയ്തിട്ടിന്റെ കൊട പൊളിഞ്ഞു? എന്തേ? ഇതിലൊക്കെ മലക്കുകളുടെ സ്വാധീനമുണ്ട്. അപ്പൊ ഈ അത്ഭുതങ്ങൾ ചിന്തിക്കാനാണ് ഈ ആയത്തെ വരേണ്ടത്. നേരെ അർത്ഥം വെക്കല്ല, അർത്ഥം നമുക്ക് നാളെ വെക്കാം. എന്റെ സൃഷ്ടികളിൽ അത്ഭുതം അസ്ഹാബുൽ കഹ്ഫ് മാത്രമാണെന്ന് അങ്ങ് ധരിച്ചോ യാ റസൂലല്ലാഹ്. ഇതാണോ അപ്പൊ നമ്മളെ അത്ഭുതം? അപ്പൊ നിങ്ങൾ കരുതിയത് ഇതൊക്കെ എന്റെ അത്ഭുതങ്ങളുടെ മുമ്പിൽ ആനക്കാര്യം വേറെ വരുന്നുണ്ട്, ഇതൊരു ചേനക്കാരിയല്ലേ എന്നാണല്ലോ പറയുന്നത്. അത്ഭുതമാണ് 300 കൊല്ലം 7 ആൾക്കാർ ഇടയിൽ ഉണരാതെ ഉറങ്ങി എന്നുള്ളതും എല്ലാവരും ഒപ്പം ഉണർന്നു എന്നുള്ളതും ഒരു അത്ഭുതമാണ്. പക്ഷേ മറ്റുള്ള സൃഷ്ടികളുടെ മുമ്പിൽ ഇതൊന്നും അത്ഭുതമല്ല. അതിലപ്പുറം വേറൊന്നും അവിടെ വായിക്കാനുണ്ട്. ഇത് പ്രഥമമായി സംബോധിതനായി മുന്നിൽ നിൽക്കുന്നത് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതിലൊരു സൂചന ഉണ്ട്. 300 കൊല്ലം ഞാൻ ഗുഹയിൽ ഉറക്കിയ 7 അസ്ഹാബുൽ കഹ്ഫാണോ അത്ഭുതം, അതോ മുന്നിൽ നിൽക്കുന്ന അങ്ങാണോ യാ റസൂലല്ലാഹ്? ലോകത്ത് സൂര്യനേക്കാൾ, അമ്പിളിയേക്കാൾ, ആകാശത്തേക്കാൾ, നക്ഷത്രങ്ങളെക്കാൾ, ക്ഷീരപദങ്ങളെക്കാൾ, പൊള്ളിമീനുകളെക്കാൾ, എല്ലാത്തിനേക്കാളും, കടലിനേക്കാൾ, കാടിനേക്കാൾ, നാടിനേക്കാൾ 87 ലക്ഷം വർഗം ജീവവർഗങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. എല്ലാത്തിനേക്കാളും ഭൂപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്നറിയുമോ? അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയാ. അതിനോളം അത്ഭുതമൊന്നുമില്ല. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ അത്ഭുതം കണ്ടിട്ടാണ് നിങ്ങൾ ധരിക്കണത് നിങ്ങൾ അതിനേക്കാളും വലിയ അത്ഭുതമല്ലേ യാ റസൂലല്ലാഹ്. ഹബീബ നബി അങ്ങേറ്റം സ്നേഹിക്കാനും ആഴത്തിൽ പഠിക്കാനും അല്ലാഹു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ റബീഉലക്കാരൻ, ആഴത്തിൽ പഠിച്ചോളി അല്ലെങ്കിൽ പിടുത്തം വിടും. ആഴത്തിൽ മുത്തനബിയെ തൊട്ടറിയാതെ നിങ്ങൾ പുസ്തകം വായിച്ച പേച്ചു ഉറപ്പാണ് പേച്ചോര് മുഴുവൻ പേച്ച. എങ്ങനെയാണ് ഇന്ന് എക്സ് മുസ്ലിമുകളായ കൂടുതൽ ആളുകൾ എക്സ് മുസ്ലിമുകളാകാൻ കാരണം എന്താ? നിങ്ങൾ നല്ല പുസ്തകം വായിച്ചു, എന്നിട്ട് ക്രിസ്ത്യാനികളെ ഏറ്റുമുട്ടാൻ പോയി. ഏറ്റുമുട്ടുമ്പോ ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയില്ലേ, അപ്പൊ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ ഇവര് പറയും അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല, ഞങ്ങൾ മുത്തനബിന്റെ കുറിച്ച് അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല. സഹീഹ ഹദീസ് കാണിച്ചെന്നാൽ നിങ്ങൾ കാണിച്ചു തരും, കാണിച്ചു കൊടുക്കും, ഇസ്ലാം വിട്ടും. ഇങ്ങനെയാണ് കൂടുതൽ നടക്കുന്നത്. ഉറപ്പാണ്. എന്തേ? മർമ്മം നോക്കി പഠിച്ചില്ല. ഹബീബ നബിയെ അറിയേണ്ട രൂപമുണ്ട്. അങ്ങനെ അറിഞ്ഞാൽ നീ ഏത് എക്സ് മുസ്ലിം എന്ത് വസ്വാസാക്കിയാലും വസ്വാസാവില്ല. കാരണം നമ്മൾ അറിഞ്ഞുപോയി ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തആല നന്നായി പറയാനും അറിയാനും ഹബീബിനെ അനുഭവിക്കാനും അനുധാവനം ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എന്നോടന്നെ ചില വലിയ ആളുകൾ ചോദിക്കുന്ന കേട്ട എനിക്ക് തന്നെ തോന്നും, ചില ആൾക്കാരെ ചോദ്യം കേട്ട അങ്ങനൊക്കെ ഹദീസ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഉണ്ട്. ഉണ്ടാ? എന്തേ കുഴപ്പമെന്ന് ചോദിക്കും ഞാൻ. അപ്പൊ നമ്മളെ അറിവ് വെച്ച് വിശദീകരിക്കുമ്പോഴാ ഇവരെ സംശയം നീങ്ങണ്. ഇവര് മനസ്സിലാക്കിയ രൂപത്തിലാണെങ്കിൽ ആകെ വിശ്വാസലാവും ചെയ്യും. നമ്മളതിന്റെ യഥാർത്ഥം മനസ്സിലാക്കി കൊടുക്കും. ഇന്ന് വായന കൂടിയ കാലാണ്. മുത്തനബിയെ കേവലമായ ഒരു തൊലിപ്പുറത്തിലൂടെ കുറെ വായിച്ച് മനസ്സിലാക്കിയാൽ എതിരാളികളുടെ പ്രസംഗം കേട്ടാ പഴച്ചു പോകും. കാരണം അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പൊ ബനൂ ഖുറൈളയിൽ എല്ലാരും കൊന്നോ? അതുണ്ട്.
അപ്പൊ ത്വായിഫിലെ ആൾക്കാർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക മാത്രമല്ല ഇതേലെ കുറെ ആൾക്കാർക്ക് ഒന്നും ചെയ്തിക്കണല്ലേ, ആ രണ്ടും ഉണ്ട്. അപ്പൊ ഇനി രണ്ടും കൂടി പഠിക്കണം. എന്താണ് അതെന്താണ് അവിടെ, ഇതെന്താ അവിടെ? രണ്ടും കൂടി പഠിച്ചാൽ സലാത്തിന്റെ എണ്ണം കൂടും. പഠിച്ചിട്ടില്ലെങ്കിലോ ഏതായാലും മുസ്ലിം ആയില്ല, ഞാൻ രണ്ടും സലാത്തൊക്കെ കാച്ചു കൊടുക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആഴത്തിൽ മനസ്സിലാക്കാനും പറയാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് അതിലേക്കും കൂടി ഒരു സൂചനയാണ്. അതുകൊണ്ട് പറഞ്ഞാണ് അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീബി കാനൂ മിൻ ആയാതിനാ അജബാ. നമ്മുടെ അത്ഭുതങ്ങളിൽ അസ്ഹാബുൽ കഹ്ഫ് മാത്രമല്ല അത്ഭുതം, അതാണ് വലിയ അത്ഭുതമെന്ന് തങ്ങൾ ധരിച്ച് വശനായിട്ടുണ്ടോ നബിയേ? അള്ളാന്റെ അത്ഭുതം അസ്ഹാബുൽ കഹ്ഫ് മാത്രമല്ല. എന്നാ പിന്നെ അസ്ഹാബുൽ കഹ്ഫ് അത്ഭുതമല്ലേ? അത്ഭുതമാണ്. ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. തുടരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഹംസാക്ക് മൂത്രത്തിന് ഭയങ്കര കടച്ചിലുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദ്വാരക്കണം എന്ന് പറയാൻ അവിടുന്ന് എണീറ്റ് വന്നത്. മൂത്ര കടച്ചിലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സുഖം ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ മണിയറയിൽ മൂത്രക്കടച്ചിലാണ് തുടങ്ങിക്കണം. മണിയറ ഉണ്ടാവില്ല, സുന്ദരി പെണ്ണുണ്ടാവില്ല. ഇത്രയൊക്കെ ഉള്ളൂ. നല്ല പൈസ ഉണ്ട്, ഭയങ്കര വീടുണ്ട്, ഭയങ്കര പത്രാസമുണ്ട്. പല്ലുവേദന വന്നാലേ ഒരു സുഖം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് അത്ര മതിയെന്ന് അർത്ഥം. എല്ലാ സൗകര്യം ഉണ്ട്. ഇങ്ങനെ ഇരിക്കാൻ വയ്യ, കുളത്തി പിടിക്കുകയാണെങ്കിൽ എന്ത് സൗകര്യം ഉണ്ടായിട്ടെന്താ? അപ്പൊ മൂത്രക്കടച്ചിൽ എന്ന് പറഞ്ഞാൽ ആ കടച്ചിൽ ഉണ്ടായവർക്ക് അറിയുള്ളൂ. എനിക്ക് കുറച്ചുണ്ടായിട്ടുണ്ട് മൂത്രക്കടച്ചിൽ. അത് കല്ലിന്റെ കടച്ചിലായിരുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് കല്ലിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഹംസാക്ക? കല്ലിന്റെ പ്രശ്നമൊന്നുമില്ല. എന്താണെങ്കിലും അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ, അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, ശിഫയായി കൊടുക്കട്ടെ. നമ്മൾ അദ്രാബാങ്ക എവിടെ പോയോ? ഇവര് കാപ്പി കച്ചവടക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാപ്പിയൊക്കെ കൊടുന്നേരും. എന്നോട് ഇന്ന് പറഞ്ഞു, ഇന്ന് മാരിവൊക്കെ പള്ളിയിലുള്ള എല്ലാവർക്കും ചുക്കാപ്പി കൊടുക്കണ്ട്, മരിച്ചായ വാപ്പാക്കും മാക്കും ദ്വാരക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു താല അദ്ദേഹത്തിന് മരിച്ചായ വാപ്പാക്കും ഒക്കെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അള്ളാഹു താല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കൊക്കെ അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇപ്പോഴത്തെ യുദ്ധത്തിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അറിയണം എന്നുള്ളവരൊന്ന് ഖുതുബക്ക് വരും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഖുതുബ അതായിരിക്കും വിഷയം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരി, അതാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها قصى الغايات من جميع الخيرات في الحياة بعد الممات. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم، وإلى أرواح جميع الخير كلهم أجمعين. اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء يا رب العالمين، وقضي حوائجنا وحوائجهم، واشف أمراضنا وأمراضهم، وأد ديوننا وديونهم، وأصلح أحوالنا أحوالهم. اللهم بارك لنا في جميع أمورنا، لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا يا رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അൽമൽക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനെ സ്വീകരിക്കണേ അല്ലാഹ്.
ഹബീബിന്റെ മേൽ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഇതിന്റെ പൂർണ്ണമായ സവാബിനെ പുണ്യപ്പെടുത്തി ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മറ്റെല്ലാ മഹാന്മാരുടെയും മഹദികളുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളെ ചുറ്റുമായി മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനാത്തിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അള്ളാഹു ഇതിന്റെ സവാബ് കാരണമായി അവരുടെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഖൈറാത്തുകളെയും സ്വീകരിക്കണേ അല്ലാ. എല്ലാ സയ്യിആത്തുകളെയും ഖൈറാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാ. എല്ലാ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളെയും ദൂരീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ സ്വത്തിലും സന്താനങ്ങളിലും വീടുകളിലും നാടുകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന വന്യരായ ഉസ്താദുമാർ മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. നമ്മളെ അംസാജല്ലേ അംസാജില്ല ഇവിടുത്തെ മുപ്പര മരിച്ചിട്ട് 14-ാം ദിവസമാണ്. അപ്പോൾ അവർ ചായയും ചീനിയും കൊടുത്തിട്ടുണ്ട്. ഇടക്കിടക്ക് നമ്മൾ ദ്വാരക്കാരുണ്ട്. നല്ലൊരു റജുലും സാലി എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യൻ, ആർക്കും പരിക്കില്ലാത്ത, ആർക്കും ഏറ്റില്ലാത്ത, വിനയാന്യതനായ ഇബാദത്തുള്ള ഒരു മനുഷ്യൻ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ.